എല്ലാ മാന്യ പ്രേക്ഷകർക്കും റൈറ്റ് വിംഗ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളം വിവാദത്തിൽ കത്തി നിൽക്കുന്നു. എമ്പുരാൻ, മലയാളത്തിന്റെ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലും, മലയാളത്തിന്റെ യങ് സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പൃഥ്വിരാജ്, എഴുത്തിൽ രാഷ്ട്രീയം കൊണ്ട് അമ്മാനമാടുന്ന മുരളി ഗോപി എന്ന ധീരനായ വ്യക്തിയും കൂടെ ചേർന്ന് മലയാളത്തിൽ ഒരു KGF നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ പുറത്തു വന്നു. മലയാള സിനിമയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല. ഒരുപാട് കാലം മലയാള സിനിമയിൽ പല പല രാഷ്ട്രീയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്ത രാഷ്ട്രീയങ്ങൾ മുഴുവൻ സാങ്കല്പികമായിരുന്നു. സാങ്കല്പികമായ ഒരു രാഷ്ട്രീയ ലോകത്ത് സാങ്കല്പികമായി പല രാഷ്ട്രീയ പാർട്ടികളെയും കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ എമ്പുരാന് എന്താണ് സംഭവിച്ചത്? എന്താണ് എമ്പുരാന്റെ പിന്നിൽ നടന്നത്? ഇതിലൂടെ എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത്? എനിക്കിതിൽ ഉത്തരം പറയാനുള്ളത് മുരളി ഗോപിയോടും പൃഥ്വിരാജിനോടും ലാലേട്ടനോടുമാണ്. ആദ്യം പൃഥ്വിരാജിലേക്ക് പോകാം. മിസ്റ്റർ പൃഥ്വിരാജ്, നിങ്ങൾ കുറെ കാലങ്ങളായി ചില ആൾക്കാരുടെ കുഴലൂത്തുകാരനായി തുടരുകയാണ്. ചിലരൊക്കെ വീഡിയോകൾക്ക് താഴെ വന്നിട്ട് സംഘികളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസം, സംഘികൾ ബഹിഷ്കരിച്ചിരിക്കുന്നു, അതുകൊണ്ട് പടം സൂപ്പർ ഹിറ്റ് ആകും. ഇത്തരം കാര്യങ്ങളൊക്കെ എത്രയോ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നു. ചില സഖാക്കളൊക്കെ രോമാഞ്ചം കൊള്ളുന്നുണ്ട്. കേരള സ്റ്റോറി പോലുള്ള പ്രൊപ്പഗണ്ട സിനിമകൾക്ക് ബദലായി ഇതാ സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. സത്യം വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു ചുക്കുമില്ല. കാരണം ഗുജറാത്ത് കലാപവും ഗോദ്ര സംഭവവും അത് കഴിഞ്ഞുള്ള BJP-യുടെ വളർച്ചയും ഇന്ന് രാജ്യത്തിന്റെ ഭരണം വരെ കൈയാളുന്ന BJP എന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയും RSS എന്ന സംഘടനയുടെ വളർച്ചയും എല്ലാം രാജ്യം കണ്ടതാണ്. പക്ഷേ പൃഥ്വിരാജൻ അറിഞ്ഞൂടാത്തൊരു കാര്യം പറയാം. രായപ്പ, നീ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. എത്രയോ കാലങ്ങളായടോ ഇവിടെയുള്ള ആൾക്കാർ പലരും ഈ ചെരപ്പ് തുടങ്ങിയിട്ട്. ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും, ലോകത്തിലെ എല്ലാ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് പിടിച്ച മാധ്യമങ്ങളും, കേരളത്തിലുള്ള സകല മാധ്യമങ്ങളും കൂടി തലകുത്തി നിന്ന് ശ്രമിച്ചിട്ട് പോലും ഇന്ന് വരെ നിങ്ങൾ തകർക്കാൻ ശ്രമിച്ച ഈ പ്രസ്ഥാനത്തിന്റെയും ഈ സംഘത്തിന്റെയും ഒരു രോമം പോലും അനങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു സിനിമ എടുത്ത് റിലീസ് ചെയ്തെന്ന് കരുതി ഉടനെ സംഘത്തെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. കുറെ സുഡാപ്പികൾ വിശ്വസിക്കുന്നു, കുറെ കമ്മികൾ വിശ്വസിക്കുന്നു, കൊങ്ങികൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും തകരില്ല എന്നത് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം സ്വപ്നലോകത്ത് ജീവിക്കാത്ത, അഭിവക്ത മുദ്രാവാക്യങ്ങളിൽ ലയിച്ചു പോകാത്ത ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യാഥാർത്ഥ്യ ബോധമുള്ള തലമുറ. യാക്കൂബ് മേമനെയും അജ്മൽ കസബിനെയും ആരാധിക്കുന്നവരെ തിരിച്ചറിയാനും APJ അബ്ദുൽ കലാമിന്റെ ആരാധകരെയും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു തലമുറ. ഈ രാഷ്ട്രത്തോട് സ്നേഹവും കൂറുമുള്ള ഒരു തലമുറ. ജിഹാദികളുടെ കാല് നക്കാൻ താല്പര്യപ്പെടാത്ത തലമുറ. മതത്തിന്റെ പേരിൽ മറ്റൊരു മതത്തെ ഭയപ്പെടാതിരിക്കാൻ സ്വന്തം വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിൽക്കാനും ശക്തി പകർന്നെടുത്ത ഒരു തലമുറ. ടിയാൻ എന്ന സിനിമയിലൂടെ തന്നെ മുരളി ഗോപിയെ ഞങ്ങളെല്ലാം ശ്രദ്ധിച്ചതാണ്. തന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള മത, ജാതി, രാഷ്ട്രീയ വിഷം എത്രത്തോളം ഉള്ളിലുണ്ട് എന്നത് മുരളി ഗോപിയുടെ ആ ഒരു സിനിമയിൽ നിന്ന് വ്യക്തമാണ്. പൃഥ്വിരാജ് ആണെങ്കിൽ പണ്ട് തൊട്ടേ കാല് നക്കുകയാണ്. ഏതൊക്കെ ജിഹാദികളുടെ കാല് നക്കാൻ കഴിയുമോ അതെല്ലാം കാല് നക്കിയിട്ട് ആളറിഞ്ഞ് കളിക്കട എന്നൊരു ഡയലോഗ് മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ. ധീരതയോടുകൂടി സത്യം വിളിച്ചു പറയാൻ പൃഥ്വിരാജ് താൻ വെറും സുകുമാരന്റെയും മല്ലിക സുകുമാരന്റെയും മകനാണ്. അല്ലാതെ ഛത്രപതി ശിവജി മഹാരാജാവിന്റെ മകൻ സംഭാജി മഹാരാജാവൊന്നും അല്ലല്ലോ. താൻ വലിയ ധീരനാണ് എന്ന് തനിക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ മുംബൈ ഭീകരാക്രമണം തീർത്തും പാകിസ്ഥാൻ മുസ്ലിം തീവ്രവാദികൾ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ ഒരു സിനിമ എടുക്കാൻ സാധിക്കുമോ? ഒന്നും പോട്ടെ, എല്ലാം പോട്ടെ. 1989 കാശ്മീരിൽ നടന്ന ഹിന്ദു കൂട്ടക്കൊല, കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീർ വിട്ട് ഓടിച്ച മുസ്ലിം മതവർഗീയ തീവ്രവാദം, ഇതിനെതിരെ തനിക്കൊരു സിനിമ എടുക്കാൻ കഴിയുമോ? താൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ സിനിമയിൽ താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയും ആഭ്യന്തരമന്ത്രിയും എല്ലാം വില്ലന്മാർ, ISIS-ഉം ലഷ്കർ-ഇ-തോയ്ബയും എല്ലാം ധീരന്മാരുടെ പ്രസ്ഥാനം. ഈ ഒരു രീതിയിലാണ് താൻ നരേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ വർഗീയ കലാപം ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് ഓടി അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ എത്തിപ്പെട്ട യുവാവ് തീവ്രവാദികളുടെ കൂടെ ചേർന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. ആ ഒരു വർഗീയ കലാപം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തീവ്രവാദി ഉണ്ടായില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ കാശ്മീരിൽ നിന്ന് ഓടിക്കപ്പെട്ട ഹിന്ദുക്കളിൽ എത്ര പേര് തീവ്രവാദികളായിട്ട് തിരികെ പോയിടും? എത്ര പേര് ബെൽറ്റ് ബോംബ് വെച്ച് കെട്ടി പൊട്ടിത്തെറിക്കാനായിട്ട് നടന്നു? ആരെങ്കിലും എനിക്കറിയോ? സംഭൽ 1974 നടന്ന അതിക്രൂരമായ വർഗീയ കലാപങ്ങളിൽ കൊന്നൊടുക്കപ്പെട്ട ഹിന്ദുക്കൾ എത്രയാണെന്ന് എനിക്ക് കണക്ക് വല്ലതും ഉണ്ടോ? തനിക്കറിയോ അവിടെ എന്താ നടന്നതെന്ന്? എത്ര ക്ഷേത്രങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടു? എത്ര പേരുടെ ഉറ്റവരെ ഉടയവരെയും വെട്ടി കഷ്ണങ്ങളാക്കി? ഇതെല്ലാം ചരിത്രങ്ങളാണ്. ഇതെല്ലാം ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. രായപ്പ, നീ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇന്നൊരു മൊബൈൽ ഫോണിൽ കുത്തിയാൽ നമുക്ക് ചരിത്രം മുഴുവൻ വെളിവാക്കാം. സബർമതി എക്സ്പ്രസ് താനേ കത്തിയതല്ല എന്നും കത്തിച്ചതാണെന്നും കത്തിച്ചത് ആരാണെന്നും കത്തിച്ചതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്നും എല്ലാം ഇന്നീ സമൂഹത്തിന് മൊത്തം അറിയും. മുരളി ഗോപി ആണെങ്കിൽ കോൺഗ്രസിനെ എങ്ങനെയെല്ലാം തേനും പാലും പുരട്ടി വൃത്തിയാക്കി എടുക്കാം എന്നതിനെ പറ്റിയുള്ള അതിഭീകരമായ ഗവേഷണത്തിലാണ്. മൗണ്ട് ബാറ്റന് ക്ഷവരം ചെയ്തു കൊടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കുറെ ഫോട്ടോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഫോട്ടോഷോപ്പ് ആണെന്ന് വേണേ വാദിക്കാം.
ആ പ്രസ്ഥാനത്തിന്റെ കാലം പിടിച്ച് വാലും നക്കി നടക്കുന്നവന്മാർക്കൊക്കെ എത്രത്തോളം എഴുതി ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ നശിപ്പിക്കാൻ കഴിയുമെന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എത്ര കാലമായിട്ടോ താനക്ക് ഈ ചെരപ്പ് തുടങ്ങിയിട്ട്. ഇതിനു മുമ്പും ഇതിലും സുഖം കിട്ടുന്ന രീതിയിൽ പലർക്കും ചെരച്ചു കൊടുത്തിട്ട് തന്നെയാണ് നിന്റെയൊക്കെ ഈ ഊള പ്രസ്ഥാനങ്ങളൊക്കെ ഈ രാജ്യത്ത് ഇന്ന് ഒന്നിനും കൊള്ളാതായി പോയത്. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കൊണ്ട് നന്ദി മാത്രമേ ഉള്ളൂ. ജനങ്ങൾ മറന്നുപോയ ആ ഒരു മഹാസംഭവം, തിരികൊളുത്തപ്പെട്ട ഗോദ്ര ട്രെയിൻ തീവയ്പ് കേസ് ഇന്ന് എല്ലായിടത്തിലും ചർച്ചയാവുന്നു. അറിയാത്തവർ അറിയട്ടെ, എന്താ സംഭവിച്ചെന്ന് അറിയട്ടെ. ഞങ്ങൾക്ക് അജ്മൽ കസബിനെ തിരിച്ചറിയാൻ കഴിയും, ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയും തിരിച്ചറിയാൻ കഴിയും, യാക്കൂബ് മേമനെയും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും, O അബ്ദുള്ളയെയും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും, AP അബ്ദുള്ള കുട്ടിയെയും തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ പലരെയും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ വർഗീയവാദികളായത്. തീവ്രവാദികളെ തിരിച്ചറിഞ്ഞുകൂടാതെ തീവ്രവാദികളുടെ കാലിൽ നക്കി നടക്കുന്നവന്മാർ മതേതരവാദികളായി അറിയപ്പെടും. തൽക്കാലം ഞങ്ങൾക്ക് നിങ്ങളുടെ മതേതരപ്പെട്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതേതരത്വം വരുന്ന ഭാവിയെയും ആ തലമുറയിലുള്ള കുട്ടികളെയും തകർക്കാൻ ഉതകുന്ന ഈ രാജ്യത്തിന്റെ ശോഭനമായ ഭാവിക്ക് തുരങ്കം വെക്കുന്ന മതേതരത്വമാണ്. നിങ്ങൾ ഈ എമ്പുരാനല്ല, എന്ത് ഉമ്പുരാൻ എടുത്താലും ശരി, എത്ര കാലം കഴിഞ്ഞാലും ശരി, നിനക്കൊന്നും ഒന്ന് തൊട്ട് നോക്കാൻ പോലും ഈ രാജ്യം ഞങ്ങൾ വിട്ടുതരില്ല. അതിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചെറുപ്പക്കാർ ജീവൻ കൊടുത്ത് മുന്നിൽ തന്നെ നിൽക്കും. നുണ പറഞ്ഞിട്ടല്ല രായപ്പ ധീരത കാണിക്കേണ്ടത്. സത്യസന്ധമായി പറയാം. അല്പമെങ്കിലും നട്ടല് ഉളുപ്പുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, കാശ്മീരി പണ്ഡിറ്റുകൾക്കുണ്ടായ മൃഗീയമായ പീഡനങ്ങളെ പറ്റി ഒരു സിനിമ എടുക്കും. അതുമല്ലെങ്കിൽ വേണ്ട, നീ തന്നെ എടുക്കാൻ നിന്ന സിനിമയുണ്ടല്ലോ, വാര്യം കുണ്ടൻ. 1921 മലബാറിൽ നടന്ന ഹിന്ദു കൂട്ടക്കൊലയെ പറ്റി ഒരു സിനിമ എടുക്കുക. ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. നിനക്ക് പിന്തുണയായിട്ട് അംബേദ്കറുടെ വാക്യങ്ങളുണ്ട്, മഹാത്മാഗാന്ധിയുടെ വാക്യങ്ങളുണ്ട്, എന്തിന് കുമാരനാശാന്റെ വരെ വാക്യങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ പിന്തുണയോട് കൂടി നിനക്ക് ധൈര്യമുണ്ടോ പൃഥ്വിരാജ് ഒരു സിനിമ ചെയ്യാൻ? ഒരെണ്ണം തന്റെ ഇടത്തോടെ ആണത്തത്തോടു കൂടി വരുന്ന തലമുറയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും ഇതാ ഞാൻ ധീരമായി സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ്. അല്ലാതെ ട്രെയിൻ താനേ തീ കത്തിയെന്നും അതിലൂടെ വർഗീയ കലാപം ഉണ്ടായെന്നും അങ്ങനെയാണ് മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളായി എന്നൊക്കെ പറയാനുള്ള ഈ ഉളുപ്പില്ലാത്ത ഈ ആണും പെണ്ണും കെട്ട കളിയുണ്ടല്ലോ, അത് ശരിയല്ല. സത്യസന്ധമായി പറയാം. ഗുജറാത്തിൽ വർഗീയ കലാപം ഉണ്ടായി, ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, നൂറുകണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. അതിനൊക്കെ മുമ്പ് അതിനെല്ലാം തിരിവെച്ചത് ഗോദ്രയിലെ ട്രെയിൻ തീവെപ്പാണെന്ന് കൂടി പറയാനുള്ള ചങ്കൂറ്റവും ആണത്തവും സുകുമാരന്റെ മോനെ നിനക്കില്ല. നിനക്കത് ഉണ്ടാവത്തുമില്ല. ബണ്ണ് പാലി മുക്കിയതിന്റെ ഈ 6 അടി പൊക്കം ഉണ്ടല്ലോ, അത് വെറും പിത്തമാണ് എന്ന് ഈ ഒരൊറ്റ സംഭവത്തോടുകൂടി തിരിച്ചറിഞ്ഞു. നിനക്ക് അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യും. മോഹൻലാലിനോട് എനിക്കൊന്നും പറയാനില്ല. മലയാളത്തിന്റെ മഹാനടൻ. എത്രയോ സിനിമകളിൽ താങ്കളുടെ അഭിനയം കണ്ട് ഭ്രമിച്ചിരുന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരു സ്ക്രിപ്റ്റ് കൈ കിട്ടിയാൽ അത് വായിക്കാൻ പോലും അറിഞ്ഞുകൂടാതെ താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? പോട്ടെ, ആ പടം ഷൂട്ട് ചെയ്ത് പൂർണ്ണമായും വെച്ചാലും ഒരു പ്രിവ്യൂ ഷോ എങ്കിലും താങ്കൾ കാണാതിരിക്കും. കണ്ടിട്ട് താങ്കൾക്ക് ഒന്നും തോന്നില്ലേ? അറ്റ്ലീസ്റ്റ് ഭരത് ഗോപിയോടെങ്കിലും ചോദിക്കണ്ടേ, ആ ട്രെയിൻ തീ വെപ്പല്ല, ആ ട്രെയിൻ താനേ കത്തിയതല്ല, തീ വെച്ചതാണെന്നും അതിന്റെ തെളിവുകളുണ്ടെന്നും അതിന് ഇത്ര പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും നിലനിൽക്കുമ്പോൾ താൻ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ശരിയല്ലല്ലോടോ ഗോപി എന്ന് ചോദിക്കാനുള്ള തന്റെ ഇടം മലയാളത്തിന്റെ മഹാനടനില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ താങ്കളും ഈ കാലുനക്കിയുടെ കൂടെ കൂടിയോ? താങ്കൾ ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു ചരിത്രത്തെ മുഴുവൻ നുണ പറഞ്ഞാണ് താങ്കൾ തള്ളിക്കളയുന്നത്. ഒരു സമൂഹത്തിന്റെ മുഴുവൻ 59ഓളം പേർ, 20ഓളം കുട്ടികൾ വെന്തു മരിച്ച ആ സംഭവത്തെ ഞങ്ങളെല്ലാരെയും കളിയാക്കുന്ന പോലെയാണ് ആ സിനിമ ചെയ്തത്. ഞങ്ങൾക്കൊന്നും ഒരു വിലയും തരാതെ. അങ്ങനെ ഒരു നുണ പ്രചരിപ്പിക്കാൻ മുരളി ഗോപിക്ക് വലിയ മടിയൊന്നും കാണില്ല. കാരണം അയാളുടേതായ രാഷ്ട്രീയമുണ്ട്. ഉളുപ്പില്ലാത്ത ആണും പെണ്ണും കെട്ട രാഷ്ട്രീയം. അതാണല്ലോ ഇവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവ്. ഇടയ്ക്കിടയ്ക്ക് പട്ടായയിലോട്ട് മുങ്ങും. അവിടെയാണെങ്കിൽ ആണേത് പെണ്ണേന്ന് അറിഞ്ഞുകൂടാതെ നടക്കുക. ആ കൂട്ടത്തിലോട്ടാണ് ഈ കക്ഷി മുങ്ങുന്നത്. BJP അത് ചോദ്യം ചെയ്തിരുന്നു, വാ തുറന്നിട്ടില്ല. അങ്ങനെയുള്ള നേതാവിന്റെ ചുവട് പിടിച്ച് നിൽക്കുന്ന തന്റെയൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവന് ഇതേ സ്വഭാവം തന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും അറിയാം. എന്തായാലും മോഹൻലാലിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ അറിയാതെ പറ്റിയതാണെന്ന് വിചാരിക്കാനും തരമില്ല. ഗോപാലിന് ഇതിൽ വലുതെന്തോ വരാനിരുന്നത്. ഇനി തള്ളിക്കോ, 100 കോടിയോ 200 കോടിയോ 500 കോടിയോ. ഞാൻ പറയുന്നത് എന്തിനാ കുറയ്ക്കുന്നത്? 1000 കോടി അങ്ങ് തള്ളിയേക്കും. മലയാള സിനിമയിൽ 1000 കോടിയാണ് നിങ്ങളുടെ ലൂസിഫർ എന്ന് പറഞ്ഞൊരു അത്ഭുതമൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ കുറച്ചുപേരെങ്കിലും സിനിമ കാണണ്ടെന്ന് വെച്ചു. ഞങ്ങളുടെ പണം ഇല്ലെങ്കിലും നിങ്ങൾ 100 കോടി 200 കോടിയൊക്കെ എത്തും. നാക്കുകൊണ്ട് തള്ളാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ അതിലേക്ക് ഞങ്ങളുടെ പണം വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇനിയുള്ള സിനിമകൾക്ക് ആലോചിക്കാം. താങ്ക് യു.